ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ DIYയും ജേർണലിങ്ങും ഒന്നുമല്ല കേട്ടോ, ഒരു 1.5 ഓണം ഹാമ്പർ സെറ്റിംഗ് ആണ്. സംഗതി എനിക്കൊന്നൊരു ഓർഡറാണ് കേട്ടോ. പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. മാത്രമല്ല ഇതൊരു ബൾക്ക് ഓർഡറും കൂടിയാണ്. സിൻഫോഗ് എന്നൊരു കമ്പനിയിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഓണം ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഹാമ്പർ ചെയ്യണേ. ഒന്നല്ല കേട്ടോ, 40 എണ്ണാണ്. ഓർക്ക് കൂടുതൽ റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സംഗതി അടിപൊളിയാവണം, അതായിരുന്നു മെയിൻ കണ്ടീഷൻ. ആ കാര്യത്തിൽ പിന്നെ നമ്മൾ പണ്ടേ മോശമല്ലല്ലോ. അപ്പോൾ പിൻട്രസ്റ്റും ഇൻസ്റ്റഗ്രാമും ഒക്കെ കുറേ തപ്പി കുറച്ച് റെഫറൻസൊക്കെ അവർക്ക് സെൻഡാക്കി. ഓണസദ്യയിലെ മെയിനായ ശർക്കരപ്പേരും വറുത്തുപ്പേരും പിന്നെ ഒരു പാലട മിക്സും അതെന്തായാലും വേണമെന്നായിരുന്നു ഓരോ അടുത്ത കണ്ടീഷൻ. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടീഷൻ ആസ് യൂഷ്വൽ എല്ലാ കസ്റ്റമേഴ്സും പറയുന്ന പോലെ ഏത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അത് പിന്നെ അങ്ങനെയാണല്ലോ, പ്രൊഡക്റ്റ് അടിപൊളിയായിരിക്കണം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിലെ ചേട്ടനെ കുപ്പിയിലാക്കി എല്ലാം സെപ്പറേറ്റ് പാക്കറ്റ് ആക്കിപ്പിച്ചു. അപ്പോൾ ശർക്കരപ്പേരും വറുത്തുപ്പേരും എല്ലാം കൂടി 80 പാക്കറ്റ് ഉണ്ട്. പിന്നെ പായസം മിക്സ് ഡബിളോസിൻ്റെ പാലട മിക്സാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേ. നിങ്ങളെ കൂട്ടത്തിൽ അടപ്പായസം ഫാൻസ് ഉണ്ടോ? ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കിക്കോളി. ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഫേവറേറ്റ് ഏത് പായസമാണെന്ന് വെച്ചാൽ അതും കമൻ്റ് ആക്കിക്കോളി. ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വക ഒരു പാൽപ്പേട കൂടി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നെക്സ്റ്റ് പാക്കേജിങ്. പിന്നെ പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയതുകൊണ്ടും വിചാരിച്ച പോലെ ബോക്സ് പാക്കേജിങ് കിട്ടാത്തതുകൊണ്ടും പിൻട്രസ്റ്റ് റെഫറൻസും പിന്നെ ബാക്കി എൻ്റെ ക്രിയേറ്റിവിറ്റിക്കും വെച്ചിട്ട് സാധനം ഒരു പേപ്പർ ബാഗിൽ സെറ്റ് ആക്കിയാലോ എന്നാണ് പ്ലാൻ. ചെറിയ പാക്കറ്റ്സ് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഡിസൈൻ ചെയ്ത ചെറിയ പേപ്പർ ബാഗ് കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മളത് ഒരു വളർന്നു വരുന്ന ബിസിനസ് ആയതുകൊണ്ടും പിന്നെ ഓർഡർ ആ സോ കോൾഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും സാധനം ഞാൻ ബസ് കയറ്റിയാണ് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് തുടങ്ങി. ഡെക്കറേഷൻ ഒരു കുറവ് വരരുതല്ലോ, നമ്മൾ സ്ഥിരം ബോസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 3 കളറിൽ ഡിഫറെൻറ്റ് ബോകൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ മിനി ബാഗിലും 2 പാക്കറ്റ്സും പിന്നെ ഒരു പാൽപ്പേടയൊക്കെ വെച്ചിട്ട് ബോയൊക്കെ ഒന്ന് ഫിക്സ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് പാലടനെ മാത്രം ഒരു വേറെ കാണൽ വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു ബോ വെച്ച് അതിനെയും സുന്ദരനാക്കുന്നുണ്ട്. ഓണൊക്കെ അല്ലേ, എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ. താൻ തൊട്ടെന്റെ പാഞ്ചി പറഞ്ഞേ, താൻ വിചാരിച്ച വെള്ളയപ്പങ്ങാടിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. അങ്ങനെ 40 മിനി പേപ്പർ ബാഗിനെയും പായസം മിക്സിനെയും ബോയൊക്കെ വെച്ച് സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? തൃശ്ശൂർ പൂരത്തിന് ഒരുക്കി വെച്ച ഒരു ആനക്കുട്ടിയെ പോലെ ഉണ്ട്. വെയിറ്റ്, ഒരു കാര്യം മറന്നു. വെറുതെ ഇവരൊക്കെ പാക്കാക്കി കൊടുത്താൽ എന്തോ ഒരു ഇൻകംപ്ലീഷൻ ഇല്ലേ. ഓണം വിഷസ് അറിയിക്കാൻ വേണ്ടിയിട്ട് 40 കാർഡ്സ് കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ സെറ്റാക്കിയാണ്. പിന്നെ നമ്മളെ ലോഗോ ഇല്ലാതെ എന്ത് ബിസിനസ്? അല്ല, നിങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ആക്കിയണല്ലേ? ആരെങ്കിലും ഫോളോ ആക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോസാക്കി വേഗം പോയി ഫോളോ ആക്കിയിട്ട് തിരിച്ചു വരിട്ടോ. ലിങ്ക് ഞാൻ ബയോയിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിന്. ലോഗോക്ക് പുറമെ എൻ്റെ ഈ സ്മോൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്തതിന് ഒരു താങ്ക് യു കാർഡും വെച്ചിട്ടുണ്ട്. ഓർഡർ ചെറുതാണേലും വലുതാണേലും വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ എന്നാണല്ലോ. അപ്പോൾ ഇനി സെറ്റാക്കി വെച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫൈനൽ പാക്കേജിങ്. സംഗതി വേറൊന്നുമല്ല, ഓരോ സുന്ദരിമാരെയും സുന്ദരന്മാരെയും ഓരോ പേപ്പർ ബാഗിലാക്കി കാർഡും ബോയും ഒക്കെ വെച്ച് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് പോലെ അടിപൊളിയാക്കി എടുക്കാം. സംഗതി ഒരു യൂണീക്ക് ആൻഡ് വെറൈറ്റി ആവാനും വേണ്ടിയിട്ട് പേപ്പർ ബാഗിൽ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഫോൾഡാക്കി എടുക്കുന്നത്. എന്നാൽ കംപ്ലീറ്റ് ട്രയാങ്കിളാണെന്ന് പറയാനും പറ്റില്ല. കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. യുണീക്ക്നെസ്സിന് ഒരു കുറവ് വരണ്ടെന്ന് വെച്ചിട്ട് ഗ്രീറ്റിങ്സിന് നമ്മളെ ലാലേട്ടനെ പോലെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ചരിച്ചിട്ടാണ് വെക്കുന്നത്. പേപ്പർ ബാഗ് ക്ലോസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ബാക്കി 2 സൈഡിലും പുറത്തോട്ട് കാണാത്ത രീതിയിൽ അവിടെയും പിൻ ചെയ്യുന്നുണ്ട്. ഫൈനലി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ബാഗിൻ്റെ കളറിനോട് ഏറ്റവും നല്ല കോമ്പിനേഷനിൽ നിൽക്കുന്ന റെഡ് റിബൺ വെച്ച് തന്നെ ഒരു വലിയ ബോ തന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഫിക്സ് ആക്കി. അങ്ങനെ 40 എണ്ണം അസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഞാൻ ഒറ്റക്ക് തന്നെ സെറ്റാക്കി. പ്രിയപ്പെട്ടവരെ, ഇത്
വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. എന്തോ ഒരു മിസ്സിങ് തോന്നിയപ്പോൾ ഒരു ഫൈനൽ ടച്ചപ്പ് ആയിട്ട് ഹാമ്പർ ഓർഡർ ചെയ്ത കമ്പനീൻ്റെ ലോഗോ കൂടെ സ്റ്റിക്കാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഓഫ് ദ ഹാമ്പർ. എല്ലാവരും മസ്റ്റ് കമൻറ്റ് ഇട്ടോ. റിക്വയർമെൻറ്റ് പ്രകാരം അടിപൊളിയായിനോ സംഗതി? 13-നായിരുന്നു കേട്ടോ ഓരോ പ്രോഗ്രാം. അതെ ഇന്നലെ. അപ്പോൾ ഇനി ഫോട്ടോഷൂട്ട്, അതാണല്ലോ നമ്മളെ മെയിൻ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലിട്ടോ. ആരെങ്കിലും മറന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ. അപ്പോൾ ഈ 10-40 എണ്ണം സേഫായിട്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. എങ്ങനെ ഇതിനൊക്കെ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം വിഷ് ചെയ്തുകൊണ്ട് ബൈ.